ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് സൈൻ ഓഫ് ബി എക്സ്. നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ ഓഫ് എ എക്സ്. ശ്രദ്ധിക്കണം, സൈൻ ആ എ എക്സ് എന്നുള്ളത് സൈനിനുള്ളിലാണ്. അതങ്ങനെ എഴുതിക്കുക, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ മിസ്റ്റേക്ക് വരും. സൈൻ ഓഫ് എ എക്സ് പുറത്താണ് ബി എക്സ് ഇരിക്കുന്നത്. താഴെ എ എക്സ് പ്ലസ് സൈൻ ഓഫ് ബി എക്സ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. എക്സിന് ഡയറക്റ്റായിട്ട് 0 കൊടുത്താൽ കിട്ടില്ല എന്നറിയാം. കാരണം എക്സിന് 0 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും അല്ലേ. എ ഇൻറ്റു 0 0, സൈൻ 0 0. അപ്പോൾ താഴെ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എവിടെയെങ്കിലും ഒരു സൈൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഡിവൈഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട്. ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും ഒരു സൈൻ ഉണ്ടെങ്കിൽ അതിനൊരു ഡിവൈഡ് ബൈ എക്സ് വേണം. ഇവിടെ ഒരു സൈൻ ഓഫ് എ എക്സ് വന്നിട്ടുണ്ട് അല്ലേ. സൈൻ ഓഫ് എ എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡിവൈഡ് ബൈ എക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ മുകളിലും താഴെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് മാത്രം എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ മാറും. അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് ആകുമ്പോൾ ഓരോന്നിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈൻ ഓഫ് എ എക്സ് ബൈ എക്സ് അല്ലേ. സൈൻ ഓഫ് എ എക്സ് ബൈ എക്സ് പ്ലസ്, ഒരു കാരണവശാലും വെട്ടിക്കളയരുത്. ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഈ എക്സ്? സൈനുള്ളിലുള്ള എക്സ് ആണ്. സൈനകത്തുള്ള എക്സ് വേറൊരു എക്സ് ആയിട്ട് വെട്ടിപ്പോവില്ല. അപ്പോൾ സൈൻ ഓഫ് എ എക്സ് ബൈ എക്സ് പ്ലസ് ബി എക്സ് ബൈ എക്സ് ചെയ്യുമ്പോൾ എക്സ് വെട്ടിപ്പോവും. ബി എക്സ് ബൈ എക്സ് എന്താണ്? ബി ആണ്. ഇതേപോലെ താഴെ എ എക്സ് ബൈ എക്സ്, അത് എ ആണ്. ഇവിടെ സൈൻ ഓഫ് ബി എക്സ് ബൈ എക്സ്, സൈൻ ഓഫ് ബി എക്സ് ബൈ എക്സ് ഇങ്ങനെ വരും. നമുക്കിനി ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എൻ എക്സ് ബൈ എക്സ് എൻ ആണ് അല്ലേ. സൈൻ എൻ എക്സ് ബൈ എക്സ് എൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം സൈൻ ഓഫ് എ എക്സ് ബൈ എക്സ് എ ആണ്. ബി എന്ന് പറഞ്ഞ ആൾ ഫിക്സഡ് ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അതേപോലെ ഇവിടെ എ എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. ഇവിടെ സൈൻ ബി എക്സ് ബൈ എക്സ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ ബി എക്സ് ബൈ എക്സ് ബി ആണ്. അറിയാമല്ലോ, സൈൻ എൻ എക്സ് ബൈ എക്സ് എൻ ആയതുകൊണ്ട് സൈൻ ബി എക്സ് ബൈ എക്സ് ബി ആണ്. അപ്പോൾ ഇത് എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി എന്നായി മാറി. എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി വെട്ടിപ്പോയിട്ട് 1 കിട്ടും ആൻസർ. ഇതിൻ്റെ ആൻസർ എന്താണ്? 1 ആണ്.